എന്റെ അമ്മേ. ആഹാ, ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് വെയിലടിച്ചിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ? നീനെ എണീക്ക് മക്കളെ, എണീക്ക്. മോനെ. ഗുഡ് മോർണിംഗ് മമ്മി. മോർണിംഗ് ഡാർലിംഗ്. മമ്മി എന്നെ എന്തിനു കാണുന്നില്ല? എന്താ മനുഷ്യൻ, കാലൊക്കെ തുടങ്ങി. ഞാൻ ഇന്നലെ കെട്ടിപ്പിടിച്ചെന്ന് കേട്ടത് ഈ സജ്ജ എടുത്തിട്ടുള്ളതാ. നീ എടുത്തടാ. ഞാനൊന്നും എടുത്തില്ല. പിന്നെ എവിടെ പോവാനാ? അതിവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ നോക്കിയെടുത്ത് വെക്കാം. രണ്ടുപേരും പല്ല് വെച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്കാം. സജ്ജയല്ലേ എന്റെ യന്ത്രമനുഷ്യനെ എടുത്തത്? എനിക്കെന്തിനാ അത്? ഞാൻ ഡാഡിയോട് പറയും. ഡാഡി ചോദിക്കുമ്പോ നേര് പറയുമല്ലോ. ബൈജു, എഴുന്നേക്ക്. ഇത് നീനയുടെ കയ്യിൽ നിന്ന് നീ എപ്പോ എടുത്തു? ചേച്ചി ഉറങ്ങിക്കിടന്നപ്പോ. അമ്പടാ വീര. ബലട്ടാ, ഈ കൊച്ചു കള്ളം ചെയ്ത പണിയുണ്ടോ? എന്താ? ഇന്നലെ രാത്രി ആരും അറിയാതെ നീനയുടെ മുറി പോയി വന്നിട്ട് മോഷിച്ചോണ്ട് വന്നിരിക്കുന്നു. നീ ചൂണ്ടാനും തുടങ്ങിയോ? ഇവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. വളരെ മമ്മി, നീ എന്തിനാ മോഷ്ടിക്കാൻ പോയത്? ഇനി അങ്ങനെ ചെയ്യുമോ? നാലടി കൊടുക്കണം. മമ്മി, ഇപ്പൊ എന്തിനാ മമ്മീനെ വിളിക്കുന്നേ? നീ മോഷ്ടിച്ചോണ്ടല്ലേ? വേഗം കൊണ്ടുപോയി ചേച്ചി കൊടുക്ക. സാറേ, ഇത് സ്റ്റേഷനല്ല, വീടാ. കുഞ്ഞുങ്ങളെ പോലീസ് മുറിയിലാണ് പേടിപ്പിക്കുന്നത്. ഇനി കുഞ്ഞുങ്ങളായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം, വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം. നമുക്കെല്ലാം പോലീസ് മുറിയിലാണല്ലോ. ഇരി അവിടെ ഇരിക്കടാ. അവിടെ ഇതാ എനിക്ക് വേണ്ട. ഇത് നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ തലയെ കൂടെ ഒഴിക്കും. കണ്ണടച്ചങ്ങ് കുടിച്ചേരേണ്ട. വേണ്ട, ഒരു സിപ്പ് മതിയെന്ന്. കുടിക്കേ, ഞാൻ പറയുന്നത് കേട്ടോട്ടെ. കുടിക്കുന്നേ അങ്ങനെ കുടിക്കേ. അങ്ങനെ കോൺഫറൻസിന് ഈ മിനിസ്റ്റർ എന്ന് വെച്ചാൽ ആരാ? മിനിസ്റ്റർ മീൻസ് മന്ത്രി. ആ മന്ത്രിക്ക് എന്താ ജോലി? അത് ഉദ്ഘാടനം. അപ്പൊ നമ്മുടെ മമ്മിയോ? ഇന്നാൾ ഉദ്ഘാടനം ചെയ്തല്ലോ. മമ്മി മന്ത്രിയാണോ? ചിലപ്പോ ആയിരിക്കും. മമ്മി മമ്മി മന്ത്രിയാണോ? മന്ത്രി? ആ, ഈ നീന പറഞ്ഞു. ഇതാണോ പഠിത്തം? അടുത്ത ആഴ്ച ടെസ്റ്റ് പേപ്പർ അല്ലേ? വേണ്ടായിരുന്നു പഠിക്കും.
എന്റെ സ്കൂൾ ബസ് നീ എന്തിനാണ് എടുത്തത്? എനിക്കും പഠിക്കണം. അതിന് എന്റെ ബസ് ഞാൻ തരത്തില്ല. ഞാൻ മോളിൽ പോയി പഠിച്ചിട്ട് പിന്നെ തരാം. വേണ്ട, ഇങ്ങട്ടാ. ഞാൻ തരത്തില്ല. ഞാൻ തരത്തില്ല. ഞാൻ തരത്തില്ല. എന്താ ഇത്? നീനെ എന്താണ് ബഹളം? ഇവൻ എന്റെ സ്കൂൾ ബസ് എടുത്തോണ്ട് പോന്നു മമ്മി. എനിക്ക് പഠിക്കാനാ. എന്റെ ബുക്കെല്ലാം കീറി കളയാം മമ്മി. ഞാനൊരു കാര്യം ചെയ്യും, ഒരു ബുക്ക് എടുത്തിട്ട് ബാക്കി എല്ലാം കൊടുത്തേ. എനിക്ക് ബോക്സ് വേണം. അത് വേണ്ട, മമ്മി പറഞ്ഞ കേക്ക്. മമ്മി ബുക്ക് എടുത്തരാം കേട്ടോ, നല്ല മോനല്ലേ. കണ്ടോ മമ്മി, ഇവനെന്റെ യന്ത്ര മെഷീന് കണ്ടോണ്ട് പോവുകയായിരുന്നു. എടാ, നീ വീണ്ടും മോഷ്ടിക്കാൻ തുടങ്ങിയല്ലേ? ഡാഡി ഇങ്ങ് വരട്ടെ, അടിച്ചതിന്റെ തൊടല് തൊലി പൊട്ടിക്കാൻ പറയാം. അല്ല, ഇതാര് കുമാരനോ? പിന്നെ ജയിലിലൊന്നും പോയില്ലേ? ആരെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ? പറ്റിയ ഒരാളെ നോയിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നിന്നാലെങ്ങനെ? ബാംഗ്ലൂർ പോകണ്ടേ? അതിന് കൈ കാശ് വേണ്ടേ? ആ, നീ ഒരു കാര്യം ചെയ്യും, ആരെന്തെങ്കിലും ഒരു 10,000 രൂപ കടം വാങ്ങി എനിക്ക് ചോദിക്കാൻ നാണം. അതെന്താ? പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അതവൻ മറന്നു കാണും. ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു തരാം, പക്ഷെ ഒറ്റയ്ക്കങ്ങ് പോയാ മതി. അപ്പൊ നീ ഞാൻ ഇവിടെ നിൽക്കും. ഉഷയും കൊണ്ടോ? പിന്നെ അല്ലാണ്ട് ഇവിടെ ബാലനും ഇന്ദുവും തമ്മിൽ ഇച്ചിരി പിണക്കത്തില്ല. നമ്മുടെ മോള് അത് അറിഞ്ഞു പെരുമാറിയാൽ ഒത്തു കിട്ടിയ നല്ല കോള. കണ്ടോ കണ്ടോ, ഉഷമോള് ബാലനുമായി സംസാരിക്കുന്നത് കണ്ടോ? എന്ത് വാടി അവളവനോട് ഇത്രയേറെ പറയുന്നു? പറയേണ്ടതൊക്കെ അവള് പറഞ്ഞോളൂ. ആ, നിന്റെ മോളല്ലേ, താറാവിന്റെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ. എടാ, അകത്ത് പോയി 2 കസേര എടുത്തോണ്ട് ഇവിടെ പറഞ്ഞു പോയിട്ടില്ലേ? അതേ, എന്റെ പണിയല്ല. ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ ഇപ്പൊ തന്നെ ബാലനോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുപിടിക്കും. അവനോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പഴയ കുലപ്പുളിയാ, 2 എണ്ണത്തിനെ തട്ടിയവനാ, 3ാമത്തേലും നോക്കി നടക്കുക.